ഇന്ന് മോർണിംഗ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ എല്ലാ റൂമും എല്ലാ ഭാഗങ്ങളും ഫുൾ അടിച്ചു തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചു. കാരണം ഇത് കാണുമ്പോൾ ഒരു സമാധാനമാണ്. പിന്നെ കുറച്ച് അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, ഷെൽഫും കാര്യങ്ങളും കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ എന്താ പറയാ കവറിൽ തന്നെ ഇരിക്കുവായിരുന്നു. അപ്പൊ അതൊക്കെ ഫുൾ സെറ്റ് ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. പഴയ പഴയ ഓർമ്മകളൊക്കെ പൊടി തട്ടി അവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഡീപ് ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര ഫ്രഷ്നെസ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം അതാത് സ്ഥാനത്ത് പക്കയായിട്ട് ഫുൾ അറേഞ്ച്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതുപോലെ എല്ലാ റൂമും കിച്ചണും എല്ലാം വൃത്തിയായി അടിച്ച് തുടച്ചിട്ടേക്കുമല്ലായിരുന്നേ. അതുകൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഇന്നത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചപ്പാത്തിയും പൊട്ടറ്റോ മസാലക്കറിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ആ മസാലക്കറി തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിനും കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ എനിക്ക് ലഞ്ചിന് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ ബോയിൽ ചെയ്താണ് കൊണ്ടുപോകുന്നത്. അപ്പൊ രാഹുലേട്ടന് മാത്രം ഇന്ന് ലഞ്ചിന് ചോറും കറിയും മതി. ഓക്കെ, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും സെയിം കറി ആക്കിയാല് അതും ഒരേപോലെ മാച്ച് ആയി പോകുന്ന കറി ഉണ്ടാക്കിയാല് വളരെ എളുപ്പമാണല്ലോ. അപ്പൊ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് അത് തിളച്ച് വന്നപ്പോൾ അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുക്കറിൽ ഞാൻ സ്വീറ്റ് പൊട്ടറ്റയും നോർമൽ പൊട്ടറ്റയും ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി എല്ലാം ഞാൻ പെട്ടെന്ന് എല്ലാം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് പാക്കറ്റ് ചപ്പാത്തിയാണ് കേട്ടോ, ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നിങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ അറിയാം, ചപ്പാത്തി കണ്ടോ എന്തുമാതിരിയാണ് വീർത്ത് വരുന്നത്. നന്നായിട്ട് പോളച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്, നന്നായിട്ട് വേവൊന്നും കേട്ടോ ഉൾഭാഗമൊക്കെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി ആയിരുന്നു. കറിയുടെ കൂടെ ഒക്കെ അടിപൊളി, നല്ല എന്താ പറയാ, നമുക്ക് ഒരിക്കലും മടുക്കത്തില്ല. സാധാരണ എനിക്ക് ഈ പാക്കറ്റ് ചപ്പാത്തി കഴിക്കുമ്പോൾ വളരെ അങ്ങോട്ട് ഒരു തൃപ്തി വരാറില്ല, സാറ്റിസ്ഫാക്ഷൻ വരാറില്ല. പക്ഷെ ഇത് അടിപൊളിയായിരുന്നു. പിന്നെ ചായയൊക്കെ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ടീ ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് നമ്മുടെ പൊട്ടറ്റോ കറി എങ്ങനെ വെക്കാന്ന് കണ്ടാലോ. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം കാണിച്ചത് കണ്ടോ, സൺറൈസ് കണ്ടോ, അടിപൊളിയല്ലേ. എനിക്ക് ഇവിടുന്ന് മോർണിംഗ് എഴുന്നേറ്റിട്ട് ഈ ഒരു ടൈം ആകുമ്പോൾ എന്താ ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കും. ഇനി നമ്മൾ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം അത് ചൂടാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള, ഞാൻ 2 സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. കാരണം ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും വേണ്ടത് കൊണ്ട് ഞാൻ അങ്ങനെ, ഇനിയിപ്പോ ബാക്കി ഉണ്ടെങ്കിൽ നൈറ്റത്തേക്ക് നമുക്ക് ഓട്സ് എനിക്ക് യൂസ് ചെയ്യാലോ. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയ ശേഷം അത് വഴണ്ട് വരുമ്പോൾ സോൾട്ട് ഇട്ടിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. എന്നിട്ട് വഴണ്ട് വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് വേണം തക്കാളി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. എന്നിട്ട് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേട്, 1 സ്പൂൺ കേട്. ഇത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും കൂടെ പറഞ്ഞായിരുന്നു. ഒരു മെയിൻ ടിപ്പാണ് കേട്ടോ കേട് ചേർക്കാന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ആണ്, നല്ല ഗ്രേവി ആയിരിക്കും കേട് ചേർത്ത കറികളൊക്കെ. അപ്പൊ ഞാൻ 1 സ്പൂൺ കേട് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് വേവട്ടെ. ഇത് കണ്ടോ, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിപ്പോ കഷ്ണങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് അതിങ്ങനെ ഉടച്ചു കൊടുത്താൽ ഉടയും കേട്ടോ, അത്രയും വേവ് ഉണ്ട് അതിന്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ്. ഭയങ്കര ആർഭാടോ ആഡംബരമായിട്ടുള്ള ഒരു കറിയല്ല. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധാരണ സാധനങ്ങൾ വെച്ചിട്ടുള്ള സിമ്പിൾ കറിയാണ്. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.